നമസ്കാരം. ഞാൻ വിളക്കുടി പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ കൺസോർഷ്യം പ്രസിഡന്റാണ്. ഞങ്ങൾ ഈ ജോലി ഹരിതകർമ്മസേനയുടെ ജോലി നമ്മുടെ വിളക്കുടി പഞ്ചായത്തിൽ പ്രവർത്തനം തുടങ്ങിയത് 2019. അപ്പോൾ 2019 മുതൽ തുടങ്ങിയപ്പോൾ തൊട്ടായാലും നമുക്ക് അടിസ്ഥാന സൗകര്യം നമ്മുടെ മിനി MCF ആയിരുന്നു. അപ്പം കാലയളവ് ഇത്രയും ആയിട്ടും, അതായത് ഇപ്പോൾ ഞങ്ങൾ കയറി കഴിഞ്ഞ രണ്ടാമത്തെ ഭരണസമിതിയാണ് വരുന്നത്. ആദ്യത്തെ ഭരണസമിതി നമുക്ക് ഒരു അടിസ്ഥാന സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതെ തന്നെയാണ് നമ്മൾ ഈ ജോലിക്ക് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഞങ്ങളുടെ ആ ജോലിയുടെ ഇതിൽ നമ്മൾ പോയി വാർഡുകളിൽ പോയി പ്ലാസ്റ്റിക് എടുത്ത് ഇത് നമുക്ക് നമ്മുടെ MCF അല്ല, നമ്മുടെ കുന്നിക്കോട് പഴയ മാർക്കറ്റാണിത്. അപ്പോൾ അവിടെ ഇങ്ങനൊരു സൗകര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതിവിടെ കൊണ്ടുവച്ചത്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് എനിക്കിപ്പം മുഖ്യമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇഴജന്തുക്കളുടെ ശല്യം, അതുപോലെ തന്നെ ഈ കെട്ടിടങ്ങൾ, ഇവിടെ ഉള്ളവർക്കറിയാം വർഷങ്ങളായിട്ട് പഴക്കമുള്ളൊരു കെട്ടിടം ഇത്. ആ കെട്ടിടങ്ങളിൽ കെട്ടിടത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഇടിഞ്ഞ് വീണ് അതിങ്ങനെ ഭയമായിട്ട് ഉള്ളൊരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇന്ന് ജോലി ചെയ്യുന്നത്. അപ്പം എനിക്ക് ഈ ഒരു അവസ്ഥയിൽ എൻ്റെ ജോലിക്കാരോട് ഇത് ജോലി ചെയ്യാൻ പോലും പറയാനുള്ള ഒരു അർഹതയില്ല. എന്ന് വെച്ചാൽ അവരെന്നോട് തിരിച്ചു ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തൊരു ഒരാപത്ത് വന്നാൽ ഈ കൺസോർഷ്യത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലും അല്ലെന്നുണ്ടെങ്കിൽ ഏതൊരു നിലയിലാണ് നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ പറ്റുന്നത്, ആ ഒരു രീതിയിൽ ഞങ്ങളുടെ ശോചനീയാവസ്ഥ ഞങ്ങളുടെ പഞ്ചായത്തിൽ സെക്രട്ടറിയെ ഫ്രണ്ട് ഓഫീസ് വഴി തന്നെ രേഖാമൂലം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ ഇപ്പം വന്ന സെക്രട്ടറി അല്ല, അതിന് മുമ്പുള്ള സെക്രട്ടറി ആയാലും അതിന് മുമ്പോട്ടുള്ള സെക്രട്ടറിമാരായാലും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളുടെ കയ്യിൽ രേഖയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ശുചിത്വത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ് 2ാം വാർഡിൽ ഒരു MCF വെച്ചിട്ടുണ്ട്. അത് MCF വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഞങ്ങളുടെ ഒരു രീതിയിൽ ഈ MCF ഒക്കെ വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കൺസോർഷ്യത്തിനും കൂടി ഉൾപ്പെടുത്തി വേണം കാര്യങ്ങൾ ചെയ്യാൻ. ആ ഒരു രീതിയിൽ അവിടെ എനിക്ക് തോന്നുന്നു ഒരു 600-700 സ്ക്വയർ ഫീറ്റ് കൂടുതൽ ആയിരിക്കത്തില്ല ആ MCF വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 20 വാർഡും കൊണ്ടുവന്ന് അവിടെ നിന്ന് ജോലി ചെയ്യാനോ അതിനുള്ള ഒരു സൗകര്യങ്ങളും അവിടെ ഇല്ല. അത് കാരണം ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾക്ക് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന ഈ MCFിൻ്റെ ആ രീതിയിൽ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഓഫീസായിട്ടെങ്കിലും അത് തുറന്നു തരണം. കാരണം ഞങ്ങൾക്ക് ഇത് ലക്ഷങ്ങൾ കണക്കുകളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങളില്ല. ഞങ്ങൾക്ക് ഈ MCF എന്ന് പറയാൻ പറ്റാത്ത ഈ രീതിയിൽ ഞങ്ങൾക്ക് ചോറ് കഴിക്കാനേ അതുപോലെ തന്നെ ഒന്നിനും ഒരു സൗകര്യം ഇല്ലാത്ത ഞാനത് ഈ കഴിഞ്ഞ പ്രാവശ്യവും നമ്മുടെ ബ്ലോക്കിൽ സുമാ മാഡത്തിന് ഞാൻ ആ കാര്യം അറിയിച്ചു. മാഡം ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടാൽ പോയിരിക്കുന്നത്. എന്നിട്ടും നമ്മളിപ്പോൾ സാർ ചോദിക്കുക എന്തിനാ ഇപ്പം ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കുന്നതെന്ന്. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് മഴയാണ്. ഈ മഴയത്ത് ഞങ്ങൾക്കൊരു സൗകര്യം തരാതിരിക്കുന്ന ഞങ്ങൾ പറഞ്ഞ് മടുത്ത്. അപ്പോൾ ഈ എന്തെങ്കിലും എൻ്റെ കൂട്ടത്തിലെ ഏതെങ്കിലും എൻ്റെ ഒരു തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഒരു അപാകത വന്നാൽ അത് ഞങ്ങളുടെ വീട്ടുകാർക്ക് മാത്രമായിരിക്കും അതിന് പോരായ്മ വരുന്നത്. അല്ലാതെ അത് പഞ്ചായത്തിനോ അല്ലെങ്കിൽ വേറൊരാൾക്കും ഒരിതിൽ വരത്തില്ലെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. കാരണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സൗകര്യം അവരൊപ്പിച്ച് തരുമായിരുന്നു. ഇപ്പം ഒരു പ്രശ്നത്തിനല്ല, ഇത് എല്ലാവരും അറിഞ്ഞ് ഞങ്ങൾക്കൊരു നല്ല രീതിയിൽ ഒരു MCFും ഞങ്ങളുടെ ജോലി സുഖമായിട്ട് പോകാനും എല്ലാ കാര്യങ്ങളും നല്ലപോലെ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു വാർത്ത പറയുന്നത്.